ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ഫോർ എ വൺ ഡേ ട്രിപ്പ് ഫ്രം അവർ ചർച്ച് ഹിയർ ഇൻ ലണ്ടൻ. സോ രാവിലെ തന്നെ കുളിച്ചിറങ്ങി ഞങ്ങൾ പള്ളിയിലെത്തി. അച്ഛൻ്റെ അറ്റൻഡൻസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞങ്ങൾ പോകാൻ പോകുന്ന കോച്ച് എന്ന് പറയുന്നത്. ഞങ്ങളൊരു 10-50 പേരുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് നമ്പർ എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും വിൻഡോ സീറ്റ് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വിൻഡോ സീറ്റ് കയറിയിരുന്നു. ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഉടനെ തന്നെ ഞാൻ എൻ്റെ എനർജി സേവിങ് മോഡ് ഓൺ ചെയ്തു. അതായത് ഉറങ്ങാൻ തുടങ്ങി. കാരണം ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. സോ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് കാഴ്ചകളൊന്നും കാണാൻ പാടുന്നില്ല കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. ചൂടൽപ്പം കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു കുറച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വ്യൂസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഗൈസ്. എന്താ പറയുക, തേംസ് റിവറാണ് ആ കാണുന്നത് കേട്ടോ. ഏത് ഭാഗമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. ആ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തതാണ്. ഒരു 1.5-2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന്. ഞാൻ പറഞ്ഞില്ല അല്ലേ എവിടേക്കാണ് പോണേന്ന്. പച്ചപ്പും എന്താ പറയുക ഹരിതാപമൊക്കെ നിറഞ്ഞ ഒരു വഴിയിലോട്ട് കയറിയപ്പോഴാണ് ആ ഒരു ട്രാൻസിഷൻ എനിക്ക് മനസ്സിലായത് കേട്ടോ. ഞങ്ങളുടെ ഏരിയ കുറച്ചൊരു ക്രൗഡഡ് ആണ്. ഇത് കുറച്ചൊരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിൽസ്ഫോർഡ് ഫ്രയേഴ്സിലേക്കാണ് ഞങ്ങളുടെ യാത്ര. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. ഏകദേശം ഒരു 10 മണിയായപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ എത്തി. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു കേട്ടോ. എന്തൊക്കെയാണ് ഞങ്ങളവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള വിവരണമൊക്കെ തന്നു. പിന്നെ ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങളെ വീഡിയോ ആണ് ചെയ്തത് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. 1242 ഇവിടേക്ക് വന്ന കാർമലൈറ്റ് ഫ്രയേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒരു റിലീജിയസ് പ്ലേസ് എന്നതിലുപരി എന്താ പറയുക, നമ്മുടെ മൈൻഡിനെയും നമ്മുടെ സോളിനെയൊക്കെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാനും പീസ് ഓഫ് മൈൻഡ് കിട്ടുവാനും ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെയുള്ളത്. അതുപോലെ തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഫീഡ് ചെയ്യാൻ ഞങ്ങളും ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു. അവരൊക്കെ കൂടി നമ്മൾ ഈ ഫുഡ് എടുക്കുമ്പോൾ ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അവിടുത്തെ മെയിൻ ചേർച്ച് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ചാപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക പീസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. അതുപോലെ ഈ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. എല്ലാ ചാപ്പലുകളിലുമൊക്കെ കയറി പ്രാർത്ഥിച്ചു. അവിടുത്തെ റോസറി വേയും അതുപോലെ തന്നെ പീസ് ഗാർഡനും ഒക്കെ ഒരു പ്രത്യേക അനുഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി. നമുക്കതിനെ സ്പിരിച്വലി വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക സൈക്കോളജിക്കലി നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുന്ന, നേച്ചറിനോട് ഒരുപാട് ചേർന്ന് കാംനെസ്സിനെ ഒരുപാട് പിണർന്ന്, ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ചില ഇടങ്ങൾ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയെ തിരിച്ചറിഞ്ഞ് മിനിക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ. അതായിരുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു വിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.